Hi all, myself Akhila Radhakrishnan from Civil Department S4. We are discussing about the topic relation between union and states. In India, before the formation of federation, the states were not sovereign entities. ഇന്ത്യയിൽ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു ഒരു സംയുക്ത ഭരണത്തിൻ്റെ രൂപീകരണത്തിന് മുമ്പ് ഉത്തമമായ ഒരു നിലനിൽപ്പിലല്ലായിരുന്നു ഉള്ളത്. ആസ് സച്ച് there were no need for safeguards to protect the states. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സേഫ്ഗാർഡ്സിൻ്റെ ആവശ്യവുമില്ലായിരുന്നു. ഓൺ അക്കൗണ്ട് ഓഫ് ദ എക്സിജനീസ് ഓഫ് ദ സിറ്റുവേഷൻസിൻ്റെ മോശമായ സിറ്റുവേഷൻ കാരണം ഇന്ത്യൻ ഫെഡറേഷൻ ഹാസ് അക്വയർഡ് characteristics which are quite different from the American model. അമേരിക്കൻ മോഡലിൽ നിന്ന് നേരിയ വ്യത്യാസത്തിന് ഇന്ത്യൻ ഫെഡറേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് അക്വയർ ചെയ്തു. നെക്സ്റ്റ്, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ്. The Constitution of India provides a dual polity with a clear division of powers between Union and States. അപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡുവൽ പൊളൈറ്റിയിൽ യൂണിയനും സ്റ്റേറ്റ്സും തമ്മിലുള്ള പവേഴ്സിൻ്റെ ഒരു ക്ലിയർ ഡിവിഷൻ തരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഈച്ച് ബിഗിൻ സുപ്രീം വിത്തിൻ ദി സ്പിയർ. അതിന് അലോട്ട് ചെയ്തിരിക്കുന്ന സ്പിയറിൽ അത് ഏറ്റവും ഉന്നതിയിലുള്ളതായിരിക്കും. The Indian Federation is not the result of an agreement between independent units and the unit of ഫെഡറേഷൻ cannot leave the federation. ഇന്ത്യൻ ഫെഡറേഷൻ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് യൂണിറ്റ്സിൻ്റെ മാത്രമായിട്ടുള്ളൊരു എഗ്രിമെൻറ്റിലൂടെ മാത്രമല്ല. ഓക്കെ, thus the constitution contains elaborate provisions to regulate the various dimensions of the relation between സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. സെൻട്രും സ്റ്റേറ്റും തമ്മിലുള്ള ബന്ധത്തിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് കോൺസ്റ്റിറ്റ്യൂഷന് എന്തായിരുന്നു വൈഡായിട്ടുള്ള പ്രൊവിഷൻസ് തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ സെൻട്രൽ സ്റ്റേറ്റിനെ നമ്മൾ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്: ലെജിസ്ലേറ്റീവ് റിലേഷൻസ്, administrative relations and financial relations. First one, legislative relations, അതായത് നിയമസംബന്ധമായ റിലേഷൻസ്. ആർട്ടിക്കിൾ 245 to 255 in part 11 of the constitution deal with the legislative relations between central and state. സെൻട്രൽ ആൻഡ് സ്റ്റേറ്റിൻ്റെ റിലേഷൻസ് പറയുന്നത് ആർട്ടിക്കിൾ 245 to 255 ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ. ഓക്കെ, ഫസ്റ്റ് വൺ വിത്ത് റെസ്പെക്ട് ടു ടെറിട്ടോറിയൽ ജുറിസ്ഡിക്ഷൻ. ടെറിട്ടോറിയൽ നിയമാധികാരത്തിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ദ പാർലമെൻറ്റ് ക്യാൻ മേക്ക് ലോസ് ഫോർ ദ ഹോൾ ഓർ എനി പാർട്ട് ഓഫ് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ടെറിട്ടറിയിൽ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ അല്ല മൊത്തത്തിൽ പാർലമെൻറ്റിന് നിയമങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. വേറസ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ക്യാൻ മേക്ക് ലോസ് ഫോർ ദ ഹോൾ ഓർ എനി പാർട്ട് ഓഫ് ദ വേൾഡ്. പക്ഷേ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് വേൾഡിലെ ഏതെങ്കിലും ഒരു പാർട്ടിലോ അല്ല മൊത്തമായിട്ടോ ലോസ് മേക്ക് ചെയ്യാൻ സാധിക്കും. സെക്കൻഡ് വൺ, സബ്ജക്ട് മാറ്റർ ഓഫ് ലോസ് made by parliament and by the legislative of states. The constitution divides legislative authority between union and state in three lists. Constitution legislative authority and യൂണിയനും സ്റ്റേറ്റും തമ്മിലുള്ള ലെജിസ്ലേറ്റീവ് അതോറിറ്റിയെ മൂന്നായിട്ടാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ മൂന്ന് ലിസ്റ്റാണ് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. അപ്പോൾ യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ 99 ഐറ്റംസ് ആണുള്ളത്. അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഫോറിൻ അഫയേഴ്സ്, ഡിഫൻസ്, ആർമഡ് ഫോഴ്സസ്, കമ്മ്യൂണിക്കേഷൻസ്, പോസ്റ്റ്, ടെലഗ്രാഫ്, ഫോറിൻ ട്രേഡ് എക്സെട്ര. നെക്സ്റ്റ് വൺ ആണ് വെൻ പാർലമെൻറ്റ് ക്യാൻ ലെജിസ്ലേറ്റ് വിത്ത് റെസ്പെക്ട് ഇൻ ദ സ്റ്റേറ്റ് ലിസ്റ്റ് ഓർ കൺകറൻറ്റ് ലിസ്റ്റ്. അപ്പോൾ റെസിജ്വറി പവേഴ്സ് ഓഫ് ലെജിസ്ലേഷൻ. The constitution also vests the residuary powers within the Union Parliament. The residuary powers have been granted to the Union contrary to the convention in other federations of the world. In the national interest base ചെയ്ത് if the Rajya Sabha declares by a resolution, രാജ്യസഭ ഒരു റെസൊല്യൂഷൻ കൊണ്ടുവരികയാണെങ്കിൽ സപ്പോർട്ടഡ് ബൈ no less than 2/3 of its മെമ്പേഴ്സിൽ 2/3 പേരും അത് സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ that it is national interest that the parliament should make laws with respect to any matter enumerated in the state ലിസ്റ്റിലുള്ള എത്ര എണ്ണമുണ്ടോ അതിനെ ബേസ് ചെയ്തായിരിക്കും ലോസ് മേക്ക് ചെയ്യുന്നത്. അടുത്തത് അണ്ടർ പ്രൊക്ലമേഷൻ ഓഫ് നാഷണൽ എമർജൻസിയുടെ പ്രൊക്ലമേഷനെ ബേസ് ചെയ്ത് പാർലമെൻറ്റ് ക്യാൻ ലെജിസ്ലേറ്റ് ഓൺ ദ സബ്ജക്ട് മെൻഷൻഡ് ഇൻ ദി state list when proclamation of national emergency is in operation by agreement between states. അത് ആർട്ടിക്കിൾ 252 മെൻഷൻ ചെയ്തിരിക്കുന്നത്.
The Parliament can also legislate on a state subject if the legislatures of two or more states resolve that it is a lawful of Parliament to make laws with respect to any matter enumerated in the state. അടുത്തതാണ് to implement treaties. The Parliament can make law for the whole or any part of the territory of India for implementing any treaty. ട്രീറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് എന്തായിരുന്നു പാർലമെൻറ്റിന് ഇന്ത്യൻ ടെറിട്ടറിയിലെ ഏതെങ്കിലും ഒരു പാർട്ടിലുള്ള മൊത്തമായിട്ട് ലോ മേക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇന്റർനാഷണൽ എഗ്രിമെൻറ്റ് ഓർ കൺവെൻഷൻ വിത്ത് എനി അതർ കൺട്രി ഓർ കൺട്രീസ് or any decision made at the international conference, association or other body. ഇനി നെക്സ്റ്റ് റിലേഷൻഷിപ്പാണ് അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസ്. ദ അഡ്മിനിസ്ട്രേറ്റീവ് jurisdiction of the union and the state governments extends to the subjects in the union list and the state list respectively. അപ്പം അഡ്മിനിസ്ട്രേറ്റീവ് യൂണിയനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും എക്സ്റ്റെൻഡ് ചെയ്യുന്നത് യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും. യൂണിയൻ ലിസ്റ്റിലെയും സ്റ്റേറ്റ് ലിസ്റ്റിലെയും സബ്ജക്ട്സ് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ജൂറിസ്ഡിക്ഷൻസ് യൂണിയൻ ലിസ്റ്റിലെ സ്റ്റേറ്റ് ലിസ്റ്റിലെ സബ്ജക്ട്സ് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. Okay, the Constitution thus defines the clauses that deal with the administrative relations between central and state. സെൻട്രൽ സ്റ്റേറ്റ് തമ്മിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസ് അത് ഉടമ്പടികളെല്ലാം കോൺസ്റ്റിറ്റ്യൂഷന് ഡിഫൈൻ ചെയ്യുന്നു. സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് ഡ്യൂറിങ് നോർമൽ ടൈംസ്. എക്സിക്യൂട്ടീവ് പവേഴ്സ് ഓഫ് സ്റ്റേറ്റ് ബി എക്സസൈസ്ഡ് ഇൻ കംപ്ലയൻസ് വിത്ത് യൂണിയൻ ലോസ്. യൂണിയൻ ലോസിൻ്റെ കംപ്ലയൻസിലായിരിക്കും എക്സിക്യൂട്ടീവ് പവേഴ്സ് നടപ്പിലാക്കുന്നത്. Executive power of state not to interfere with executive power of union. Maintain means of communication of national or military importance. Protection of railways to ensure welfare of scheduled tribes in the state. To secure instruction in the mother tongue at the primary stage of education. To ensure development of Hindi language. To ensure government of a state is carried on in accordance with the provision of constitution. Delegation of union's function to state. Appointment of high dignitaries, all Indian services, union to adjudicate interstate river water dispute. In central state relations during emergencies. Under President's rule, under proclamation of national emergency, under proclamation of financial emergency. അപ്പം ഫിനാൻഷ്യൽ റിലേഷൻസ് ആണ് അടുത്ത് നമ്മൾ പഠിക്കുന്നത്. Indian Constitution has made elaborate provisions relating to the distribution of taxes as well as non-tax revenue and the power of borrowing, supplemented by provisions for grants and aid by the union to states. Okay, അപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് ഇലാബറേറ്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് നിബന്ധനകൾ relating to the distribution of taxes as well as non-taxes റവന്യൂവിനെ പറ്റിയും അതുപോലെ ടാക്സസിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ പറ്റിയും ഇലാബറേറ്റ് ആയിട്ടുള്ള പ്രൊവിഷൻസും മെയ്ഡ് ചെയ്തു. ഓക്കെ, ആൻഡ് പവർ ഓഫ് ബ്യൂറോയിങ് ആൻഡ് സപ്ലിമെൻ്ററി പ്രൊവിഷൻസ് ഫോർ ഗ്രാൻറ്റ്സ് ആൻഡ് എയ്ഡ് ടു യൂണിയൻ ടു സ്റ്റേറ്റ്സ്. Article 268 to 293 deals with the provisions of financial relations between central states. അപ്പോൾ ആർട്ടിക്കിൾ 268 to 293 ഫിനാൻഷ്യൽ റിലേഷൻസ് സെൻട്രൽ സ്റ്റേറ്റ് തമ്മിലുള്ള ഫിനാൻഷ്യൽ റിലേഷൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഗ്രാൻറ്റ്സ് ഇൻ എയ്ഡ്. Besides sharing of taxes between central and states, the Constitution provides for granting aid to states from central resources. Okay, അപ്പം സെൻട്രലും സ്റ്റേറ്റും തമ്മിൽ ടാക്സസ് ഷെയർ ചെയ്യുന്നതിന് ബിസൈഡായിട്ട് കോൺസ്റ്റിറ്റ്യൂഷന് സെൻട്രൽ റിസോഴ്സസിൽ നിന്നും സ്റ്റേറ്റ്സിലേക്ക് ഗ്രാൻറ്റ്സ് ഇൻ എയ്ഡ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പം ഗ്രാൻറ്റ്സ് ഇൻ എയ്ഡിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. സ്റ്റാറ്റ്യൂട്ടറി ഗ്രാൻറ്റ്സും ഉണ്ട്, ഡിസ്ക്രിഷണറി ഗ്രാൻറ്റ്സും ഉണ്ട്. സ്റ്റാറ്റ്യൂട്ടറി ഗ്രാൻറ്റ്സ് എന്ന് പറയുമ്പം ഗ്രാൻറ്റ്സ് ആർ ഗിവൺ ബൈ ദ പാർലമെൻറ്റ് ഔട്ട് ഓഫ് ദി കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ ടു സച്ച് സ്റ്റേറ്റ്സ് വിച്ച് ആർ ഇൻ നീഡ് ഓഫ് അസിസ്റ്റൻസിന് ആവശ്യമുള്ള സംസ്ഥാനങ്ങളിലേക്ക് എന്താണ് ഗ്രാൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇന്ത്യൻ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും ഗ്രാൻറ്റ്സ് പാർലമെൻറ്റ് സ്റ്റേറ്റിലേക്ക് നൽകുന്നു. അതാണ് സ്റ്റാറ്റ്യൂട്ടറി ഗ്രാൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഡിസ്ക്രിഷണറി ഗ്രാൻറ്റ്സ് എന്ന് പറയുമ്പോൾ സെൻറ്റർ പ്രൊവൈഡ് സർട്ടൺ ഗ്രാൻറ്റ്സ് ടു ദ സ്റ്റേറ്റ്സ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ വിച്ച് ആർ അറ്റ് ദ
ഡിസ്ക്രിഷൻ ഓഫ് ദ യൂണിയൻ ഗവൺമെൻറ്. അപ്പോൾ സെൻട്രൽ പ്രൊവൈഡ് ചെയ്യുന്ന ഗ്രാൻറ്റ് ആണെങ്കിലാണ് ഡിസ്ക്രിഷണറി ഗ്രാൻറ്റ്സ് എന്ന് പറയുന്നത്. അടുത്തത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫിനാൻസ് കമ്മീഷൻ. ദ ഫിനാൻസ് കമ്മീഷൻ ഈസ് ടു ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ പ്രസിഡൻറ്റ് എവറി 5 year. അപ്പോൾ ഓരോ 5 വർഷം കൂടുമ്പോഴാണ് ഫിനാൻസ് കമ്മീഷന് to be constituted by president. The chairman must be a person having experience in public affairs. പബ്ലിക് അഫയേഴ്സായിട്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരിക്കണം ചെയർമാൻ എന്ന് പറയുന്നത്. അതർ 4 members must be appointed from amongst the following. ഈ 3 കണ്ടീഷനെ ബേസ് ചെയ്ത് വേണം ബാക്കി 4 മെമ്പേഴ്സിനെയും എലക്ട് ചെയ്യാൻ. എ ഹൈക്കോർട്ട് ജഡ്ജ് ഓർ 1 qualified to be appointed as ഹൈക്കോർട്ട് ജഡ്ജ്. ഒരു ഹൈക്കോർട്ട് ജഡ്ജ് ആയിരിക്കണം, അല്ലെങ്കിൽ ഹൈക്കോർട്ട് ജഡ്ജായിട്ട് ക്വാളിഫൈ ചെയ്ത ഒരാളായിരിക്കണം മെമ്പർ എന്ന് പറയുന്നത്, ഓരോ മെമ്പേഴ്സും. എ പേഴ്സൺ ഹാവിങ് നോളജ് ഓഫ് ദ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഓഫ് ദി ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ ഫിനാൻസും അക്കൗണ്ട്സിനെ പറ്റിയും അറിവുള്ള ആളായിരിക്കണം. അതുപോലെ തന്നെ പേഴ്സൺ ഹാവിങ് സ്പെഷ്യൽ നോളജ് ഓഫ് എക്കണോമിക്സായിട്ട് നല്ല അറിവുള്ള ആളായിരിക്കണം ആ പേഴ്സൺ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു ഓൾ.